കുരിശ് സ്നേഹത്തിൻ്റെ അടയാളം, ഉയർപ്പ് വിജയത്തിൻ്റെ അടയാളം. ഈ ആഴ്ച അനുഗ്രഹീതമാകട്ടെ. ഗുഡ് മോർണിംഗ് ആൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങൾ അതൊരിക്കലും ഒരു ബലഹീനതയല്ല, മറിച്ച് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഇടമായി നാം അതിനെ മാറ്റണം. എൻ്റെയോ നിൻ്റെയോ കഴിവല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി ഇന്നത്തെ മെസ്സേജിനായി കാതോർക്കാം. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. എഫേസോസ് 2:15. യേശു തന്റെ കുരിശുമരണത്തിലൂടെ അന്ന് ജനതകളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഭിന്നതയുടെ മതിലുകൾ തച്ചുടച്ച് തന്റെ സ്നേഹത്തിലൂടെ അവൻ എല്ലാവരെയും ഒന്നിപ്പിച്ചു. ടെലിമക്കസ് എന്ന ഒരു ക്രിസ്തീയ സന്യാസിയുടെ കഥ. തന്റെ യാത്രാമധ്യേ അദ്ദേഹം റോമാ നഗരത്തിൽ നടന്നു പോന്നിരുന്ന ഗ്ലാഡിയേറ്റർ ഗെയിം കാണാനിടയായി. രണ്ട് മല്ലന്മാർ തമ്മിലുള്ള ക്രൂര വിനോദം, അതിലൊരു മല്ലന്റെ മരണത്തിൽ അവസാനിക്കുന്ന ഗെയിം. ഇത് കണ്ടു നിൽക്കാനാകാതെ അദ്ദേഹം തന്റെ സ്നേഹത്തിന്റെ സന്ദേശവുമായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. പക്ഷെ പലരും അദ്ദേഹത്തെ കളിയാക്കി, പലരും അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അവസാനം ആ കൊളോസിയത്തിന്റെ നടുകളത്തിൽ അദ്ദേഹം മരിച്ചു വീണു. ആ സാധു മനുഷ്യന്റെ മരണം അവിടെ കൂടെ നിന്നിരുന്നവരുടെ ഹൃദയങ്ങളിൽ കുറ്റബോധത്തിന്റെ ഒരു വിങ്ങലുണ്ടാക്കി. അത് ചെന്നെത്തിയതോ ഈ ഗ്ലാഡിയേറ്റർ ഗെയിമിന്റെ പരിസമാപനത്തിൽ. ഒരു ചെറിയ സന്യാസി തന്റെ വലിയ സ്നേഹത്തിലൂടെ വലിയൊരു മാറ്റത്തിന് വഴിവെട്ടിയ കഥ. റീടേക്ക് ഇല്ലാത്ത ഒന്നാണ് ജീവിതം. ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം മാത്രം. എവിടെയൊക്കെ സ്നേഹത്തിന്റെ അപൂർണത കൊണ്ട് ആരെയൊക്കെ നമ്മൾ ബലപ്പെടുത്തിയോ അവിടെയെല്ലാം സ്നേഹത്തിന്റെ മഴയായി കൂടുതൽ ശക്തമായി പെയ്യുക. പ്രൈസ് ദി ലോർഡ്.